അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് മക്കൾക്ക് സുഖമാണ്. ഇന്ന് പണിയുണ്ട്. ഇനി മോൾക്ക് എക്സാമിന് മദ്രസയിൽ പോയാൽ മതി. അതുകൊണ്ട് മക്കളൊക്കെ ഉറക്കം ആ റൂമിൽ. പിന്നെ നമുക്ക് ഷീറ്റിൻ്റെ പണിക്കാർ ഇന്നോ നാളെയോ വന്ന് തുടങ്ങും. മറ്റേ ഗ്രില്ലും ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഇല്ലേ, അത് ഇന്നോ നാളെയോ തുടങ്ങും. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ കുറേ പേരിൽ ഈ ലൈവിൽ RCCയുടെ കാർഡ് കാണിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ച്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമാണല്ലോ നമ്മുടെ RCCയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ. അപ്പം അതിനെക്കുറിച്ചിട്ട് പറയാം. ആദ്യമേ എനിക്കൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ വയറുവേദന അതൊന്നും ഇന്നത്തെ കാലത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. വയറുവേദന വന്നതാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഈ വയറുവേദന വന്ന് ആദ്യം വിചാരിച്ച് വായുവാണ്. സ്കാനൊന്നും ഒന്നും ചെയ്തില്ല. പിന്നെ വർക്കല വന്നിട്ട് ഛർദിലും കൂടെ ഉണ്ടായിരുന്നു. വർക്കല വന്നിട്ട് സ്കാൻ ചെയ്തപ്പോഴാണ് അറിയണത് അണ്ടാശയത്തിലൊരു മുഴ. അപ്പോഴിവിടെ ശാരദ പരൂർ ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അപ്പോൾ പറഞ്ഞ് നേരെ SIT കൊണ്ടുപോകാൻ പറഞ്ഞു. SIT കൊണ്ടുപോയപ്പോൾ ഛർദിൽ ഭയങ്കര രീതിയിലെ ഛർദിൽ സഹിക്കാൻ പറ്റാത്ത വയറുവേദനയായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ഡോക്ടർ പറഞ്ഞു അർജൻറ്റായിട്ട് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടി ബ്ലഡിൽ കൂടെ കലരും, പിന്നെ കിട്ടൂല പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച സർജറി, വാപ്പാക്കൂട്ടരും എല്ലാവരും വന്ന് സർജറിക്ക്. എന്നെ രാവിലെ 9 മണിക്ക് അന്നൊരു കുളിത്തോർത്ത്, മസൂവാൻ്റെ അത്ര ഇല്ല, കുളിത്തോർത്തിൽ കയറി സർജറി കഴിഞ്ഞു. അത് ഏകദേശം പറയുന്നൊരു വലിയ ബോളിൻ്റെ അത്ര ഉണ്ടായിരുന്നു. ഉമ്മാനെയൊക്കെ കാണിച്ച് 28 ദിവസം വെള്ളം കുടിക്കാൻ നിന്ന് പത്തോളജിയിൽ നിന്ന് റിസൾട്ട് വന്നപ്പോൾ RCCയിലോട്ട് കാണിക്കാൻ പറഞ്ഞു. RCC ചെന്നപ്പോൾ RCC എന്താണെന്നോ അവിടെ ഉള്ള കുട്ടികളെ വിഭാഗം കുസുമൻ ഡോക്ടറാണ് എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലാണ്. അപ്പോൾ എനിക്ക് RCC എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ വലിയ, അപ്പോൾ ഫ്രണ്ടൊക്കെ കണ്ടപ്പോൾ നല്ല ഹോട്ടലിലെ ലുക്കുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ RCCക്ക് അകത്തോട്ട് കയറി എല്ലാ കുട്ടികളെയും കണ്ടപ്പം ആർക്കും മുടിയില്ല. മാസ്ക് ധരിച്ചിരിക്കുന്ന ഫസ്റ്റ് അവിടെയാണ് കാണുന്നത്. മാസ്ക് കാര്യങ്ങൾ എൻ്റെ പടച്ചോനെ ഇതെന്തിനല്ല എന്ന് പിന്നെ RCCയിലോട്ട് പോവാനേ മടി. അങ്ങനെ CT എടുക്കും, ബ്ലഡ് കൗണ്ട് നോക്കും. CT എടുക്കുന്ന എന്താണ്, രണ്ടാമതൊരു മുഴ വയറുവേദന വന്നിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ടിട്ട് എല്ലാവരെയും ദുആ കൊണ്ടിട്ട് അള്ളാഹു വീണ്ടും അത് മാറ്റി തന്നു. കാരണം എൻ്റെ കുടുംബത്തിൽ വാപ്പാക്കുട്ടരിൽ 3 പെൺപിള്ളേരാണുള്ളത്. എൻ്റെ വാപ്പാക്ക് ഒരൊറ്റ മോളേ ഉള്ളൂ. അപ്പോൾ വലിയാപ്പാരതും എല്ലാവർക്കും കിട്ടിയൊരു മോളായിട്ടാണ് എന്നെ വളർത്തിയത്. എന്നെ സത്യം പറഞ്ഞാൽ ഒരു അടി പോലും അടിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ 3 മാസം കൂടി ചെക്കപ്പായി, 6 മാസമായി. ഇപ്പോൾ വലിയ കുട്ടിയാകുമ്പോൾ വരാൻ പറഞ്ഞ്. അപ്പോഴും അൽഹംദുലില്ലാ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ ബ്ലഡൊക്കെ, പക്ഷേ എൻ്റെ ശരീരത്തൊരു മരുന്നും പ്രയോഗിച്ചിട്ടില്ല. അതന്നെ അൽഹംദുലില്ലാ പറയുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ കീമോയൊക്കെ എടുക്കുന്ന ആളിനെ കാണുമ്പോൾ ഈ കുട്ടികളെ വെപ്രാളം കാണും. നിങ്ങൾ കാണണം മക്കളെ, നിങ്ങൾ കുറച്ച് പൈസ ഉപയോഗിച്ചിട്ട് ഈ നാട്ടിലൊക്കെ കറങ്ങാൻ പോലെ അതേപോലെ ഒന്ന് RCCയിൽ എല്ലാവരെയും കാണിക്കില്ല. നിങ്ങൾ പുറത്ത് പോയി ഒന്ന് 10 മിനിറ്റ് നിൽക്കണം. കുട്ടികളെ ഭാഗത്ത് കയറണം. കുട്ടികൾ എന്ത് തെറ്റ് പഠിച്ചവനെ ചെയ്തു. അങ്ങനെ ഇരിക്കവേ കുട്ടിക്കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റോടുകൂടി 6ാം ക്ലാസ്സിലാണ് പഠിച്ചത്. 4ാം ക്ലാസ്സിൽ പഠിച്ച് 5ൽ പഠിച്ചിട്ടില്ല, 6ാം ക്ലാസ്സിൽ. അപ്പോൾ ഹിന്ദി എന്തിരുന്നെന്നും അറിഞ്ഞൂടാ. പക്ഷെ 10ാം ക്ലാസ്സിൽ A+ ഉണ്ടായിരുന്നു കേട്ടാ ഹിന്ദിക്ക്. പിന്നെ 10ാം ക്ലാസ്സിൽ അന്ന് ഏകജാലകത്തിൽ ഫസ്റ്റ് 4 A+ഉം 2 Aയും ബാക്കിയുള്ള എല്ലാം ഒരു B ഉണ്ടെന്ന് തോന്നുന്നു, B+ ആണ്. നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഏകജാലകത്തിലെ ഫസ്റ്റ്. അങ്ങനെ ആ റിസൾട്ട് വന്നപ്പം ആദ്യമായിട്ട് ഹദിയ കിട്ടുന്ന കാര്യം പറയണം. ആദ്യമായിട്ട് ഹദിയ കിട്ടിയത് 2 കുലുസ്. ആദ്യമായിട്ട് ഹദിയ കിട്ടുന്നതിന് മുമ്പ് കമ്മൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയമ്മയും വലിയപ്പായും ഗൾഫിലാണ്. കമ്മൽ കുഞ്ഞിൽ എല്ലാ കമ്മലും കൊണ്ടുവന്ന് തോട്ടത്തിലൊക്കെ ഞാൻ കളയും. ഒരുപാട് കമ്മൽ പോയി. അതിനുശേഷം മറക്കാനാവാത്ത എനിക്ക് കുലുസ് ഇടണം. അപ്പം എൻ്റെ ഉമ്മച്ചിയും പറഞ്ഞ് വരുമ്പോൾ കൊച്ചിന് 2 കുലുസ് കൊണ്ടുവരണേ. കുലുസ് 2 കാലിലും വലിയപ്പ എന്നെ ഇട്ടുന്ന ആദ്യം കിട്ടുന്ന എൻ്റെ മനസ്സിൽ മറക്കാനാവാത്ത ഹദിയാണ്. അൽഹംദുലില്ലാ ആ കുലുസ് ഇട്ട് രാത്രി ഉറക്കം വെച്ചിട്ട് ആ കുലുസ് എടുത്ത് നോക്കും, കാലിൽ നിന്ന് നോക്കും ഇങ്ങനെ. പിന്നെ അതിന് ശേഷം വലിയാപ്പാൻ്റെ കൈപ്പുണ്യമാണ്. എന്ന് വെച്ചാൽ വലിയാപ്പാണ് ആദ്യമായിട്ട് ഹദിയ തരുന്നത് നമ്മുടെ കുടുംബത്തിൽ. അൽഹംദുലില്ലാ സാമ്പത്തികം വലിയാപ്പ വന്നു കയറിയതിന് ശേഷം നമ്മുടെ കുടുംബം ഒരുപാട് ബറക്കത്ത് ചൊരിഞ്ഞ ഒരു മനുഷ്യനാണ് എൻ്റെ വലിയാപ്പ.
അദ്ദേഹം കുലുസ് എൻ്റെ കല്യാണത്തിന് 5 പവൻ ഒക്കെ തന്ന്. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ RCCയിൽ പോകണ്ട എന്ന് പറഞ്ഞു. പിന്നെ കുട്ടി മരിച്ചപ്പോൾ ക്യാൻസറാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷയം ഉണ്ടാക്കി. അപ്പോൾ ഭർത്താവിൻ്റെ ഇത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ വീണ്ടും നമ്മൾ RCC പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് എപ്പോഴും കയറാൻ കേട്ടോ ഈ കാർഡുള്ളതുകൊണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല മോളെ, അത് ജനിതക വൈകല്യം, അത് കണ്ടുപിടിച്ചത് ജനിതക വൈകല്യം വന്നതാണ്, കുട്ടി ഇങ്ങനെ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിനുശേഷം മസ്രമോൾക്കും നമ്മൾ എക്കോ എടുത്തിട്ടുണ്ട്. പിന്നെ മസ്രമോളെ മുടി കൊടുത്തിട്ട് സ്വർണം കൊടുത്ത്, രണ്ടാമത്തെ കൊച്ചിൻ്റെത് സ്വർണം കൊടുത്ത്, അതെല്ലാം ആദ്യത്തേത് ഭർത്താവ് തന്നെ, രണ്ടാമത്തേത് എൻ്റെ മോതിരം വിറ്റിട്ട് കൊടുത്ത്, മൂന്നാമത്തെ മിച്ചു മോനിക്ക് ഇപ്പോഴാണ് കൊടുത്തത്. അൽഹംദുലില്ലാ എല്ലാ മക്കൾക്കും അൽഹംദുലില്ലാ കൊടുത്ത്. പിന്നെ എനിക്കിപ്പോൾ കിട്ടിയതെന്ന് വെച്ചാൽ ഈ 3.25 വർഷം കൊണ്ടിട്ട് ഒരുപാട് പേര് സഹായിച്ചാണ് ഇവിടെ എത്തിയത്. വാടക കൊടുക്കാൻ നിവർത്തിയില്ല, ജോലി അങ്ങനെയില്ല, കാര്യങ്ങളില്ല. അതിൻ്റെ ഇടയിൽ ഒരാട്ടിനെ സംഭാവനയ്ക്ക് പൈസ തൊഴിൽ ചെയ്യാൻ തന്ന ഒരാട്ടിനെ മേടിച്ച് ആ ആടാണ് ഇപ്പം ഞാൻ കൊടുത്തത്. പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയത് വേറെ ഒരു സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് കൊടുക്കേണ്ടി വന്നു, വീടിൻ്റെ ആവശ്യത്തിന് കൊടുക്കേണ്ടി വന്നു. പിന്നെ മൂന്നാമത് കിട്ടിയത് ചെറിയതായിരുന്നു, ഒരു മോതിരം എന്തോ ആയിരുന്നത്. പിന്നെ മൂന്നാമത് കിട്ടിയതാണ് ഈ 2 പേര് കൂടി. ആദ്യം കിട്ടിയത് ഈ ഇതാണ്. പിന്നെ ആഴ്ചയിൽ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ പൈസ അയച്ചു തരും. അന്ന് ഈ ഭർത്താവ് മരിച്ചിട്ടില്ല, അപ്പോൾ ഈ മക്കൾക്ക് ആരുമില്ല, ഈ ഇതൊക്കെ കണ്ടിട്ടില്ലേ, വീഡിയോ കണ്ടിട്ട് അന്ന് സഹായിക്കുന്ന പോസ്റ്റൊന്നും ഇട്ടിട്ടില്ല. ആദ്യം തുടക്കത്തിൽ ഈ വീടിൻ്റെ ആവശ്യത്തിനെ സഹായിക്കുന്ന പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ കാണിച്ച മാല അത് 1.5 വർഷം ആയി കിട്ടിയതാണ്. ഒരു റമദാനക്ക് സക്കാത്തായിട്ട് ഒരു ഇത്താൻ്റെയും 2 സഹോദരങ്ങളത് കിട്ടിയതാണ്. 35,000 രൂപയ്ക്ക് നമ്മൾ റാണീസിന്ന് വാങ്ങിയതാണ്. പിന്നെ അന്നൊന്നും ഞാൻ ഈ മാല അങ്ങനെ കമ്മൽ ഉപയോഗിക്കും, അന്ന് കളഞ്ഞു പോയതിന് ശേഷം കമ്മൽ ഉപയോഗിക്കില്ലായിരുന്നു. പിന്നെയാണ് മസ്രമോളെ കമ്മൽ ഞാൻ എടുത്തിടക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ മാല 1.5, പിന്നെ അത് അത്യാവശ്യം വരുമ്പോൾ പണയം വയ്ക്കും, വീണ്ടും എടുക്കും, പണയം ഒരുന്ന്. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഏണിങ്സ് ഫസ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് എടുത്തത് 5 രൂപയ്ക്ക് കൊണ്ടുവന്ന് പണയം വയ്ക്കുക. എനിക്ക് തരാൻ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ മാല എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ കഴുത്തിലിടും. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അത് ഇപ്പോൾ കിട്ടിയ സ്വർണ്ണമൊന്നുമല്ല, ഇപ്പം ഈ വീട്ടിനകത്ത് ഇരിക്കുന്നതിനകത്ത് എൻ്റെ മക്കൾ മാത്രം അള്ളാഹു തന്നു, ബാക്കിയുള്ള എല്ലാം ഹദിയ. അതിനകത്ത് മാമച്ചി ഇറങ്ങി, വലിയാപ്പ ഇറങ്ങി, എല്ലാവരും കുടുംബത്തിലെ ഒരാളിൻ്റെ 1 രൂപ ഇല്ലാതില്ല, എല്ലാവരും ഉണ്ട്. ബാപ്പ അമ്മ കൂട്ടരെ ബന്ധുക്കളെ എല്ലാവരും എല്ലാം ഉണ്ട് ഇതിനകത്ത്. 1 രൂപയാണെങ്കിൽ ഒരു മിഠായിരം മുതലാണെങ്കിലും. പാലിയാച്ച് കഴിഞ്ഞു അൽഹംദുലില്ലാ, അത്യാവശ്യം ആളുണ്ടായിരുന്നു. കുട്ടിക്കാലം അതുകൊണ്ട് നല്ല കുട്ടിക്കാലമൊന്നും അല്ലായിരുന്നു, വേദന തിങ്ങിയ കുട്ടിക്കാലമായിരുന്നു. പിന്നെ സന്തോഷം കിട്ടിയിട്ടുണ്ടാന്ന് വെച്ചാൽ ഉണ്ട്, മക്കളെയൊക്കെ പ്രസവിച്ച് രണ്ടാമത് മസ്റൂനെ കിട്ടിയപ്പം അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മരിച്ചുപോയ കൊച്ചിന് ശേഷം കിട്ടിയില്ലേ അത്. അതുകൊണ്ട് മസ്റൂറാന്ന് പേരിട്ടത് ആരെന്നറിയാമോ? മാമ, വലിയ മാമ മസ്റൂറ. ഖുർആനിൽ സന്തോഷം നൽകുന്നവൾ. മുഹമ്മദ് റയ്യാൻ എന്ന പേരിട്ടതും മാമ. കാരണം എന്നെ ആരും കളഞ്ഞില്ല. എൻ്റെ ഈ ജീവിതത്തിൽ ദുഃഖം വന്നപ്പോഴും എൻ്റെ കുടുംബക്കാരെന്നെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ ഇത്രയും ട്രാജഡി എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അറിഞ്ഞത്. അന്നും ഇന്ന് റബ്ബിനെ മുറുകെ പിടിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് തോട്ടത്തിൽ പോയി വെട്ടിയിട്ട് വരുമ്പോൾ എടി ചോറ് തരണേ, അതെൻ്റെ കഷ്ടം. എൻ്റെ കൂട്ടുകാരി ചോറും കറിയും ഇട്ട് എന്നെ കാത്തിരിക്കും, നീ മക്കൾക്ക് വല്ലതും കൊടുത്താൽ. അവളുടെ അടുത്ത് പോയി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി എന്തൊരു ചെയ്യോടി ഈ മക്കളാ. അന്നും എനിക്ക് ആരെയും ഒന്നുമില്ല. പക്ഷേ പിന്നെ അതിനുശേഷം ഈ വീഡിയോസ് കാണാൻ തുടങ്ങി. ആദ്യം എനിക്ക് ഇക്ക ഉള്ള സമയത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ ഇക്ക എടുത്ത് തന്നിട്ട് പിന്നെ പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പിന്നെ വീഡിയോ കോള് മക്കളെ കാണാനായിട്ട് വിളിക്കുന്നത്. ആ ഇൻസ്റ്റഗ്രാം ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഇക്കാൻ്റെ ഒരു ആവശ്യത്തിന് അന്ന് എടുത്തതാണ്, അതിലൂടെ കിട്ടുള്ളൂ. ഈ വാട്സപ്പ് കോള് പറ്റൂല. ഒരു സമയത്ത് ഈ വാട്സപ്പിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് VPN എന്തൊക്കെയോ കണക്ട് ചെയ്യണം. അപ്പോൾ പിന്നെ ഇൻസ്റ്റഗ്രാം വീഡിയോ കോളിൽ കൂടിയാണ്. പിന്നെ ഇൻസ്റ്റഗ്രാം ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല, ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്തു. എനിക്ക് ഇൻസ്റ്റഗ്രാം ഇക്ക ഓപ്പണാക്കി തന്നിട്ട് പറഞ്ഞ ID അങ്ങനെ ഇട് പറഞ്ഞു. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. കിട്ടിയ ഹദിയകളൊക്കെ ഞാൻ എല്ലാ കുലിസിട്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. അപ്പം ഞാൻ വിചാരിച്ച് ഇതെന്തിനാണ് ഇടുന്നത് എന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ വിചാരിച്ച് നമുക്ക് പറയുമ്പോൾ നമ്മൾ ആത്മാർത്ഥതയെ നമുക്ക് കള്ളം പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ആ മാല ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ട്, ഉമ്മ ഞാനത് കൊടുക്കൂല. വീടിൻ്റെ എത്ര ബുദ്ധിമുട്ട് വന്നിട്ട് ഞാൻ ആ മാല കൊടുത്തിട്ടില്ല. കാരണം ആടിനെ കൊടുത്ത്
എനിക്ക് ഒരാൾ ഹദിയ തന്നതാണ്. 2 പേരുകൂടി റമദാനിക്ക് അവരെ ഇതിൽ നിന്ന് എനിക്ക് അന്നത്തെ 35,000 രൂപ 3/4 പവൻ 6 ഗ്രാം. നമ്മളെ GST ഇല്ലാത്ത സ്വർണ്ണക്കടയിരുന്ന് പള്ളിക്കലും പാരിപ്പള്ളിയിലും ഉണ്ടാകുന്ന റാണീസി എന്ന് പറയും. മഗ്‌രിബ് നേരത്താണ് വാങ്ങുന്നത്. അപ്പോൾ ഇതെനിക്ക് പറയണം. കാരണം എൻ്റെ ഫോട്ടോസ് ഇനി ആര് വെച്ച് കളിച്ചാലും അതെൻ്റെ പേഴ്സണൽ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ചോദിച്ച് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്. എൻ്റെ ഫോട്ടോസ്, എൻ്റെ കാര്യങ്ങൾ എന്തെടുത്തിട്ട് ചെയ്തു, വിഷയങ്ങളൊന്നുമില്ല. ചെയ്യുമ്പോൾ നേരും നിറയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ ഈ മാല കാണിച്ചിട്ടെന്ന് പറഞ്ഞ് എനിക്കൊരു വിഷയമല്ല. മസ്റുമോൾ എന്നല്ല ഷോർട്ട് വീഡിയോയിൽ ആ മാലയുണ്ട്, അത് ഇട്ടിട്ടൊന്നും ഇല്ല മക്കളെ. എന്നും പണയവും കാര്യമൊക്കെ ഇരുന്നു അയിത്ത പറഞ്ഞ് മക്കളെ എത്ര ദുഃഖം വന്നാലും ആ മാല കൊടുക്കരുത്. മസ്റുമോൾക്ക് എത്ര പഠിക്കാൻ പോണ സമയത്തൊക്കെ കഴുത്തിയിടാം എന്ന് പറഞ്ഞിട്ടാണ് അത് ആ പൈസ വിക്കി മേടിച്ച സ്വർണ്ണമാണ്. എൻ്റെ കൂട്ടുകാരിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ ആദ്യം കൊണ്ട് കാണിച്ചടി മസ്റൂറ മോൾക്ക് ഇങ്ങനെ ഒരു, പക്ഷെ ഇതിൻ്റെ കഥയൊന്നും ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇതിപ്പോൾ ഒരു വർഷം ഒന്നര റമദാനിക്ക്, ഈ റമദാനല്ല, ഇപ്പോൾ കഴിഞ്ഞ റമദാനല്ല, അതിൻ്റെ മുന്നത്തെ റമദാനിക്ക് വാങ്ങിയതാണ്. നേരെ 1.25 വർഷത്തോളം ആവും വാങ്ങിയിട്ട്. വാങ്ങിയതാണ് ആ സ്വർണം. ഒരു സൈക്കിളും മേടിച്ചായിരുന്നു മിച്ചുമോനിക്ക്. സൈക്കിളൊക്കെ പൊന്ന് നശിപ്പിച്ച്, 3 വീലുള്ള സൈക്കിളല്ലേ, അതൊക്കെ പൊന്ന് നശിപ്പിച്ച്. അത് ഉണ്ട് പിച്ചി ചീന്തവനോരടുത്തും ഒരു പരാതിയില്ല. തവക്കൽത്തു അലല്ലാഹ്, അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ദുഃഖം നമ്മളെ ഇതുവരെ എത്തിച്ചു. ഞാനിപ്പോൾ ഈ ഇരിപ്പ് ഇരുന്നാലും എനിക്ക് എൻ്റെ റൂഹ് പോയാലും എനിക്ക് സന്തോഷമില്ല. കാരണം എൻ്റെ മക്കൾക്ക് കയറിക്കിടങ്ങാൻ വീടായി. അതായിരുന്നു എൻ്റെ ദുആ. അല്ലാഹുവേ, എൻ്റെ മക്കൾക്ക് വേറെ ആരുമില്ല, പഠിച്ചവൻ്റെ കാവലും ബന്ധുക്കളൊക്കെ സഹായിച്ചു. പക്ഷെ എന്നും നമുക്കൊരാൾ സഹായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തുടർ വിദ്യാഭ്യാസവും കുറച്ച് ബാധ്യതയും കൂടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അത് തീർക്കാൻ ഒരു 5-6 മാസം കൊണ്ടിട്ട് കുറേശ്ശെ തീർക്കാം. അതിനിപ്പുറം വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കൊല്ലം ആശ്രമ മൈതാനത്തിൽ ഞാനും മസ്റൂർ മോളും 3 മണിക്ക് എനിക്കൊരു അംഗീകാരമുണ്ട്. കാരണം ഇത്രയും പ്രയാസം പ്രതിസന്ധി നേരിട്ടിട്ടും ഞാൻ എൻ്റെ വിഹിതത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുത്തിട്ടും സഹായിച്ചിട്ടും ഇത്രയും സഹായിച്ച് എൻ്റെ കൂടെ നിന്ന് സഹായിച്ച ഇത്താമാരോട് പറയണേ അൽഹംദുലില്ലാഹ്. എൻ്റെ വീടിന് വേണ്ടി സഹായിച്ച എല്ലാവരോടും ഞാൻ ഒന്നും കൂടെ പറയണം, നിങ്ങൾ കൈവിട്ട് കളയും. ഒരുപാട് പേര് വീടില്ലാതെ ഇതാവുന്നുണ്ട്. അപ്പോഴും ഒരുപാട് പേർക്ക് ചാനലുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീടിന് വേണ്ടി സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് എല്ലാവരെയും കൈപിടിച്ച് എല്ലാവർക്കും വീടായി. അപ്പം അൽഹംദുലില്ലാഹ് ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക്. എനിക്ക് 2015 അൽഹംദുലില്ലാഹ് റാഹത്താണ്. 2014 ദുഃഖമായിരുന്നു. 2013 ആ സ്വർണം കിട്ടുന്നത്. അൽഹംദുലില്ലാഹ് റാഹത്തായിരുന്നു. കാരണം അന്ന് ഭർത്താവ് ഉണ്ടായിട്ടും എനിക്ക് ഹദിയ തന്നതാണ്. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലി കഴിക്കുന്നവന് കൊടുക്കുക എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ആ മനുഷ്യനെന്ന് പറയുന്ന ഒരു കോലത്തിന് കൊടുക്കുക. അതിനിപ്പം ബിസ്മി ചൊല്ലി കഴിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ നിയ്യത്താണ്. ഓരോരുത്തരെ കണ്ട സോഷ്യൽ മീഡിയയിൽ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന പട്ടിണി എണീച്ച് നടക്കാത്തവരൊക്കെ ട്രീറ്റ്മെൻറ്റിലൂടെ, അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയും സോഷ്യൽ മീഡിയയിലെ സഹായവും. ഡേഞ്ചറുമാണ്, ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ ലൈഫ് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട കേട്ടാ. നല്ല ആൾക്കാരുടെ അടുത്തല്ല, മോശം ആൾക്കാരുടെ അടുത്ത് സങ്കടപ്പെടേണ്ട കേട്ടാ. കാരണം എന്താണെന്നറിയാമോ, നിങ്ങളെല്ലാം എൻ്റെ ഉമ്മയും ബാപ്പയും. അതുകൊണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ. എൻ്റെ മാല കൊണ്ടുവന്നാലും കുലുസ് കൊണ്ടുവന്നാലും ഇനിയിപ്പം എന്തെന്ന് പറഞ്ഞാലും എന്നെക്കൊന്നും മേടിക്കാൻ പറ്റുന്ന ഒരു പെണ്ണല്ലായിരുന്നു ഞാൻ. കാരണം എനിക്ക് ജോലിയില്ല, ഒന്നുമില്ലായിരുന്നു ആ സമയത്തൊക്കെ. വെറും നൈറ്റി കച്ചവടം മാത്രമേ ഉള്ളായിരുന്നു. ഈ നൈറ്റിയിൽ ബാക്കി വിൽക്കാതെ വന്നതും എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്നവർക്കും എത്ര നൈറ്റി ഞാൻ പിന്നെ കച്ചവടത്തിന് ഇറങ്ങിയില്ല, നോമ്പ് പിടിച്ചോണ്ട് പറ്റിയില്ല. എത്ര നൈറ്റിയാണെന്ന് അറിയാമോ? അൽഹംദുലില്ലാഹ് എൻ്റെ കരങ്ങൾ കൊണ്ട് ആ ഉമ്മയൊക്കെ എന്നൊരു ഖബറിലാണ്. എൻ്റെ നിന്ന് മേടിച്ച നൈറ്റി ഇട്ട ഉമ്മ എൻ്റെ എപ്പോഴും ദുആ ചെയ്യും, എൻ്റെ കൊച്ചുങ്ങൾക്കൊരു വീടാവണേന്ന്. ഉമ്മ ശ്വാസം മുട്ടാണെങ്കിലും എൻ്റെ വാടക വീട്ടിൽ കയറി വരും. ഉമ്മ നൈറ്റി ഇട്ടിട്ട് ഉമ്മൻ്റെ സന്തോഷം കാണുന്നു. ഉമ്മ പഠിച്ചവനെ ഖബറിലാണേ ഉമ്മക്ക് പഞ്ചായത്തിൽ നിന്ന് വസ്തു അനുവദിച്ച് വീട് അനുവദിച്ച്. നിങ്ങളെ കേട്ടോളി, വീടിൻ്റെ വാർപ്പ് കെട്ടായി. പെട്ടെന്ന് പിറ്റേന്ന് അറിയണ് മാമി റഫീഖാമി മരണപ്പെട്ടു. അല്ലാ, എന്നെ കാണാൻ വേണ്ടി വരുമേ. എൻ്റെ മസ്റുമോൾക്ക് മുടിയൊക്കെ, അതായത് എടുത്തതൊക്കെ മാമിയാണേ. മുടിയൊക്കെ വെട്ടിയെടുക്കുന്നില്ലേ, ഒസ ഫാമിലിയിൽപ്പെട്ട. അല്ലാ, അതാണ് മനുഷ്യൻ്റെ കാര്യം. അത്രയേ ഉള്ളൂ മക്കളെ. ആരും ഒന്നിൻ്റെയും പേരിൽ അഹങ്കരിക്കരുത്. അങ്ങനെ ആ മാമിക്ക് ഞാൻ കൊടുത്ത ആ നൈറ്റി ആ റമദാനിക്ക് ഇട്ടിട്ട്, ആ റമദാനിക്കാണ് എനിക്ക് സ്വർണവും കിട്ടുന്നത്. ആ
ആ ഉമ്മയ്ക്ക് 27,000 രാവിന് ഞാൻ കൊടുത്ത് എനിക്ക് 27,000 രാവിനാണ് അതിന് ഞാൻ മേടിക്കുന്നത്. അപ്പോൾ ഈ കുശുമ്പിനൊന്നും മരുന്നില്ല മക്കളെ. എനിക്കെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാൻ പറ്റൂല. മാലയാണെങ്കിലും സകല എവിഡൻസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇന്നലെ ഇത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത്താൻ്റെ എടി ഇതാണ്ട് എങ്ങനെ മാല എടുത്ത്. ഞാൻ പറഞ്ഞു ഓ ഇത്ത അത് നമ്മളന്ന് ആറ്റിങ്ങൽ ഫാമിലി കോർട്ടിൽ പോയപ്പോഴത്തേക്ക് ആ ഫോട്ടോ ഒരാൾക്ക് കൊടുത്ത് അതെടുത്ത് ഷെയർ ചെയ്ത് വേറൊരാൾ കൊടുത്ത് അങ്ങനെ ചെയ്തതാണ് ഇത്ത. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല മോളെ, നിൻ്റെ അടുത്ത് ഇത്താക്ക് ഇഷ്ടമല്ലായിരുന്നു അത് വെളിപ്പെടുത്തുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും ഇത്ത എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതൊന്നും എടുത്തിടല്ലേ, സഹായിക്കുന്നവരാരെങ്കിലും ഉണ്ട്, ഇതൊക്കെ കാണുമ്പോൾ അസൂയയും കുശുമ്പും ഉള്ളവരുണ്ടേ. അപ്പോൾ ഇത്ത ഇന്നലെയും വിളിച്ചിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ നന്നായിട്ടുണ്ട്, നീയായിട്ട് പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ മുഖാന്തരം അറിഞ്ഞല്ലേ. ഒരുപാട് പേരെ ദുആ ഇത്താക്കുണ്ട്, കമൻറ്റ് വായിച്ചാൽ അറിയാം. ഇത്ത സൗദി അറേബ്യയിലാണ്. ആ ഇത്താൻ്റെ ഫാമിലിപ്പെട്ട അവരാണ് എനിക്ക് സ്വർണം തന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ നാത്തൂനും ഉപ്പയില്ലാത്ത കുട്ടിയാണ്. നാത്തൂനിക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഹദിയ കൊടുക്കും. കാരണം വെച്ചാൽ അവളും അവളെ മാമായും എല്ലാവരും അടുത്താണ് ഉമ്മ ഇതുവരെ വളർത്തിയെടുത്തത്. അപ്പം ഞാനും നാത്തൂനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു യത്തീം എന്താണ്, ഒരു സംരക്ഷണം ഇല്ലാത്ത കുട്ടി എന്താണെന്നറിയാൻ നമ്മുടെ വീട്ടിൽ ഉണ്ട് ആ ഉദാഹരണങ്ങൾ. ഇത്രയുള്ള അതുകൊണ്ട് എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട. എനിക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു പറയണമെങ്കിൽ നിങ്ങളൊരു പക്ഷേ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ ഈ നല്ലതല്ല ഈ ബാഡുള്ളവരടുത്ത്. അതുകൊണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ. 2014 എനിക്ക് ദുഃഖമായിരുന്നു, അല്ല 2024 എനിക്ക് 2024 ദുഃഖമായിരുന്നു. 23 അൽഹംദുലില്ലാ റാഹത്തായിരുന്നു, ദുഃഖം ഉണ്ടായിരുന്നു. പക്ഷേ 2025 അൽഹംദുലില്ലാ ഇതുവരെ റാഹത്താണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും നിങ്ങളൊരു ഹദിയ കിട്ടിയാലും അൽഹംദുലില്ലാ പറഞ്ഞോളി. പിന്നെ എൻ്റെ വിഹിതത്തിൽ നിന്ന് എത്തീം മക്കൾക്ക്, പാലക്കാടുള്ള എത്തീം മക്കൾക്ക് ഒരു വിഹിതം കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. അവർ ഞാനൊക്കെ തമ്മിൽ ഒരുപാട് പേര് ഫ്രണ്ട്ഷിപ്പിനെ നിലനിർത്തുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.